71-ാമത്തെ സങ്കീർത്തനം അതിന്റെ 14-ാമത്തെ വാക്യം. സങ്കീർത്തകൻ വലിയൊരു ബോധ്യം ഇങ്ങനെ വിളിച്ചു പറയണം. 71:14 Psalm 71:14 അടയാളപ്പെടുത്തിയിട്ടോ. നല്ലൊരു വിശ്വാസ പ്രഖ്യാപനമാണ്, പ്രത്യാശയുടെ ഒരു വലിയ സ്റ്റേറ്റ്മെന്റ് ആണ്. 71:14 അവർക്ക് വായിച്ചേ. ഞാൻ എപ്പോഴും പ്രത്യാശയുള്ളവനായിരിക്കും, അങ്ങയെ മേൽക്കുമേൽ പുകഴ്ത്തുകയും ചെയ്യും. ഞാൻ എപ്പോഴും പ്രത്യാശയുള്ളവനായിരിക്കും. നിങ്ങൾ അങ്ങനെയാണോ? എപ്പോഴും പ്രത്യാശ. സങ്കീർത്തകനോട് ചേർന്ന് നമുക്ക് നമ്മുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളും പറയാൻ പറ്റണം. ഞാൻ എപ്പോഴും പ്രത്യാശയുള്ളവനായിരിക്കും. കടം മാറിയിട്ടില്ല, രോഗം മാറിയിട്ടില്ല, വീട്ടിലെ പ്രശ്നങ്ങൾ മാറിയിട്ടില്ല, ഒരുപക്ഷെ ചില ദുശീലങ്ങൾ ഇങ്ങനെ പെട്ടുകിടക്കായിരിക്കും. എത്ര കുമ്പസാരിച്ചിട്ടും പുറത്തോട്ട് കയറി വരാൻ പറ്റുന്നില്ല, ഈ കുഴിക്കകത്ത് നിങ്ങൾ കയറി വരാൻ പറ്റുന്നില്ല. പക്ഷേ ഈശോ സ്നേഹിക്കുന്ന ഒരാൾക്ക്, ഈശോയുടെ വചനത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും ഈ ബോധ്യം ഉള്ളിൽ ഉണ്ടാവണം. ആ ബോധ്യം വിളിച്ചു പറയണം, ഞാൻ എപ്പോഴും പ്രത്യാശയുള്ളവനായിരിക്കും. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. പൗലോസ് പറയുന്നുണ്ട് റോമ 5:5 അങ്ങനെ പ്രത്യാശ ഉണ്ടെങ്കിൽ പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. വിശ്വാസം ചിലപ്പോൾ നമ്മളെ നിരാശപ്പെടുത്തിയേക്കാം. മനുഷ്യരോടുള്ള വിശ്വാസമായിരിക്കാം, ചില പ്രസ്ഥാനങ്ങളുള്ള വിശ്വാസമായിരിക്കാം. വിശ്വാസം നിങ്ങൾ വിശ്വസിച്ചത് ചിലപ്പോൾ നിങ്ങളെ നഷ്ടധൈര്യരാക്കിയേക്കാം. സ്നേഹം നിങ്ങളെ വഞ്ചിച്ചേക്കാം. നിങ്ങൾ സ്നേഹിച്ചവരോ നിങ്ങൾ സ്നേഹിക്കുമെന്ന് കരുതിയവരോ ചിലപ്പോൾ ആ സ്നേഹം നിരാശയിലേക്ക് വഴിവെച്ചേക്കാം. ഏതൊരു സാഹചര്യത്തിലും വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സമയത്തും സ്നേഹം ചതിക്കപ്പെടുന്ന ഒരു സമയത്തും നിങ്ങളെ നിരാശരാക്കാത്ത ഒരു പുണ്യമാണ് എന്ത്? പ്രത്യാശ. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. അതുകൊണ്ട് സങ്കീർത്തനം 71:14 ഞാൻ എപ്പോഴും പ്രത്യാശയുള്ളവനായിരിക്കും, അവിടുത്തെ മേൽക്കുമേൽ പുകഴ്ത്തുകയും ചെയ്യും. ശക്തിയോട് പറ ഹല്ലേലൂയ.